ഗ്രാജുവേഷൻ്റെ തലേദിവസം തന്നെ ഞാൻ മുടി പോയെന്ന് സെറ്റാക്കി. ഗുഡ് മോർണിംഗ്, ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ മൈ ഗ്രാജുവേഷൻ. രജു നൈനും ഒന്നും എഴുന്നേറ്റിട്ട് പോലുമില്ല. അവരൊക്കെ നല്ല സുഖം ഉറക്കം. രാവിലെ തന്നെ ഞാൻ ഫേസ് പെട്ടെന്നൊന്ന് ബ്ലീച്ച് ചെയ്തായിരുന്നു കേട്ടോ. ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ടായിരുന്നു, പക്ഷെ സമയം കിട്ടിയതേ ഇല്ല. ഞാനങ്ങനെ എപ്പോഴും ഫേസ് ഒന്നും ബ്ലീച്ച് ചെയ്യാറില്ല കേട്ടോ. വല്ലപ്പോഴും എന്തെങ്കിലും ഒക്കേഷനൊക്കെ വരുമ്പോൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. ഫേസ് ബ്ലീച്ച് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ കുറച്ച് മോയ്സ്ചറൈസർ ഇട്ട് ഒന്ന് ഫേസ് ഒന്ന് മസാജ് ചെയ്തായിരുന്നു. എന്നിട്ട് ഇങ്ങനെ ഒരു ഐസ് ക്യൂബ് കിട്ടുമല്ലോ, അത് വെച്ചിട്ട് ഫേസ് നല്ലോണം ഒന്ന് മസാജ് ചെയ്തു. എൻ്റെ അമ്മോ, എനിക്കാണെങ്കിൽ ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്ത്. അത് കാരണം ഞാൻ എത്രയും പെട്ടെന്നൊന്ന് നിർത്തിയാൽ മതി എന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. ഐസ് ക്യൂബ് പിടിച്ച ശേഷം ഞാൻ ജസ്റ്റ് ഫേസ് ഒന്ന് വാഷ് ചെയ്തായിരുന്നേ. എന്നിട്ട് ഞാൻ ടവലെടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫേസ് ഇങ്ങനെ ഡ്രൈ ചെയ്തിങ്ങനെ എടുത്തായിരുന്നു. പിന്നെ ഇത് കണ്ടോ, എൻ്റെ ലാഷസ്. ഇത് ഒരു ടെമ്പററി രീതിയിൽ ചെയ്യുന്ന ലാഷസാണ് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ ഇപ്പോൾ എല്ലാവരും ഇതൊക്കെ സ്ഥിരം ചെയ്യും കേട്ടോ. ഞാനിതൊന്നും ഇതുവരെ ട്രൈ ചെയ്യണ്ടെന്ന് വിചാരിച്ചാണ്, പക്ഷേ എനിക്ക് എന്തോ ആഗ്രഹം തോന്നി ചെയ്തതാണേ. പിന്നെ ഇന്നലെ സെറ്റ് ചെയ്ത മുടിയൊന്നും അതുപോലെ തന്നെ ഇരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ മുടിയൊക്കെ ജസ്റ്റ് ഒന്ന് അഴിച്ചു വെച്ചിട്ട് ഞാനിങ്ങനെ നല്ലോണം ഒന്ന് ബ്രഷ് ചെയ്തിട്ടു. അപ്പം കൊള്ളാം. എന്തായാലും നമുക്ക് കുറച്ച് നെയിൽസിൻ്റെ പരിപാടി ചെയ്യാം. ഇവിടേക്ക് ആൾക്കാർ പാർലറിൽ പോയി ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. പിന്നെ ഒരു ദിവസത്തേക്കല്ലേ, അതുകൊണ്ട് നമുക്കൊന്ന് ഒട്ടിച്ച് നമുക്ക് തൽക്കാലം നെയിൽസ് ഒപ്പിക്കാമെന്ന് വിചാരിച്ചു. കൊള്ളാം അല്ലേ? ഞാൻ ഇട്ടപ്പോൾ വ്ളോഗ് എടുക്കാം. ഇപ്പോൾ രജു ഉറക്കപ്പിച്ചിന്ന് എണീറ്റ് വന്നതേ ഉള്ളേ. അപ്പോൾ എന്തായാലും സംസാരിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. വല്ലോ ഈ രാവിലെ ചോദിച്ചാൽ ചാടിക്കയറി കടിക്കാനും വരും. മൈ ഗ്രാജുവേഷൻ. ഉറക്കത്തിൽ നിന്ന് എണീക്കിട്ടു. ഗ്രാജുവേഷൻ അഭിമാനമുണ്ട്. പിന്നെ ഓർത്ത് അഭിമാനം. എനിക്ക് ജീവിതത്തിൽ സാധിക്കാത്ത നീ സാധിച്ചു. നമ്മുടെ നാട്ടിൽ ഗ്രാജുവേഷൻ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഉണ്ടായിരിക്കും, അന്നില്ലായിരുന്നല്ലേ ഉള്ളൂ അല്ലേ? നമ്മുടെ നാട്ടിൽ ഗ്രാജുവേഷൻ ഉണ്ടായിരുന്നോ? നമ്മൾ പഠിക്കുമ്പോൾ ഡിഗ്രി ഒക്കെ പഠിക്കുമ്പോൾ ഒന്നും ഇല്ലായിരുന്നല്ലോ. ഗ്രാജുവേറ്റ് അല്ല, നമ്മൾ ഗ്രാജുവേറ്റ് ആണ്. പക്ഷെ ഇതുപോലെ ഗ്രാജുവേഷൻ സെറമണി ഉണ്ടായിരുന്നോ നാട്ടിലെ കോളേജിൽ? അതില്ല, പക്ഷെ ഇവിടെ ഉണ്ട്. അതെ. My nails done. Well, Mama's is smaller, so mine is longer. See? I want longer nails, not these kind of nails. Yeah. മേക്കപ്പിന് എന്താ ചെയ്തതെന്ന് ഞാൻ പറയട്ടെ. സെറ്റാഫിലിൻ്റെ സൺസ്ക്രീൻ, ലോറിയലിൻ്റെ ഫൗണ്ടേഷൻ, പിന്നെ ലോറിയലിൻ്റെ തന്നെ ട്രൂ മാച്ച് ലൂമി ഗ്ലോഷൻ, മേബിലിനും ലാക്മിയും കൂടെ മിക്സ് ചെയ്ത ലിപ്സ്റ്റിക്ക്, ദെൻ കവർ ഗേളിൻ്റെ ഐലൈനർ. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. നല്ലതല്ലേ? എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ഡ്രസ്സ് ഇടാൻ ഭയങ്കര ചമ്മലായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ വരുന്നവർ ഇതിൻ്റെ അപ്പുറമായിട്ട് വരും. അവരോടൊക്കെ പിടിച്ച് നിൽക്കണ്ടേ. ഇതാണ് കേട്ടോ നൈനുവിൻ്റെ എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ രജു ഫൈനലി ചിരിച്ചു ഫോട്ടോ എടുക്കാൻ നേരത്ത്. ഞാൻ കാറിൽ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. പിന്നെ എൻ്റെ നെയ്ബറായ ജിജിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ രണ്ടുപേരും ഗ്രാജുവേറ്റ് ചെയ്യായിരുന്നു. എൻ്റെ മോനെ കോളേജിൻ്റെ ഫ്രണ്ടിൽ വെച്ചൊരു ഫോട്ടോ എടുക്കാന്നുള്ളത്, അതും ഇതുപോലെ അഭിമാനം വേറൊന്നുമില്ല. ഇതാണ് ആഷിന കേട്ടോ. എൻ്റെ പേര് എഴുതിയിട്ട് താഴെ ഡിസ്റ്റിങ്ഷൻ എന്നെഴുതിയ ഒരു കാർഡ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി എനിക്ക്. പണ്ടൊക്കെ ഞാൻ വെറും ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നേ. അച്ഛനും അമ്മയും പണ്ട് പഠിപ്പിച്ച സമയത്തൊന്നും ഞാൻ അത്ര വലിയ പഠിത്തക്കാരിയൊന്നും അല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്വന്തമായിട്ട് കാശിറക്കി പഠിച്ചപ്പോൾ പഠിക്കേണ്ടി വന്നു. ആൻഡ് നൗ ഐ ഫീൽ സോ പ്രൗഡ്. ഗൗണൊക്കെ ഇട്ട ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് വന്നു കേട്ടോ, രജുവിനെ നൈനുവിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, ജസ്റ്റ് ബിഫോർ ദ സെറമണി. Here comes the most awaited moment. ഈ ഒരു നിമിഷം എനിക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. എത്ര സ്ട്രഗിളായിരുന്നെന്നറിയോ കാനഡയിൽ എത്താനും. ഇങ്ങനെ ഒരു കോഴ്സ് പഠിച്ചത് പാസ്സാവുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. ഫൈനലി ഐ ഡിഡ് ഇറ്റ്. ഗ്രാജുവേഷൻ നടന്നുകൊണ്ടിരുന്നപ്പോഴും കഴിയാറായപ്പോഴേക്കും ഞാൻ ആതിരേനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു കേട്ടോ. അവളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു എന്ന് എനിക്ക് തോന്നിയായിരുന്നു. ഇവരൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇൻസ്ട്രക്ടേഴ്സ്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഇൻസ്ട്രക്ടർ. പിന്നെ എങ്ങനെയൊക്കെയോ പഠിച്ച് ഇവിടെ വരെ എത്തി എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് ഫോട്ടോ സെഷനായിരുന്നു കേട്ടോ. ഈ ഒരു സംഭവം നല്ലതായിരുന്നേ. 360 ഡിഗ്രിയിൽ അവരിങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എന്തായാലും ഇവിടുത്തെ ഗ്രാജുവേഷൻ സെറമണി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു. അപ്പം എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞു. എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞു. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ എന്നും ഫസ്റ്റ് ഡേ കോളേജിൽ വന്ന കാര്യമാണ് എനിക്ക് ഓർമ്മ വന്നത്.
അപ്പോൾ കോളേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് വിഷമം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ കോളേജിൻ്റെ വൺ ഓഫ് ദി ബിൽഡിങ്സിനകത്താണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് കോളേജിൽ നിന്ന് എന്തായാലും ദൂരോട്ടൊന്നും പോകുന്നില്ല എന്നുള്ളൊരു ആശ്വാസം എന്തായാലും എനിക്കുണ്ടായിരുന്നേ. നൈനും ജിജിയുടെ മക്കളും ഒക്കെ പുറകിലുണ്ടായിരുന്നു. അങ്ങനെ രജു ഡ്രൈവ് ചെയ്യാണ്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ഞാൻ കുറച്ച് ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാം കേട്ടോ, അപ്പം നിങ്ങൾക്ക് കാണാമല്ലോ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പം ബൈ.